ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പുതിയൊരു പ്രഭാതത്തിൽ തൃപ്പാദം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എന്ന വിഷയത്തെ ആധാരമാക്കി ക്ലാസുകൾ നയിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ബിജു വിൽസൺ കരകുളം. സർവത്തിനും മീതെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ എന്നെ തൃപ്പാദം എന്ന ശുശ്രൂഷയിൽ കൂടി ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. നമ്മുടെ കർത്താവായ യേശു സർവത്തിനു മീതെ വാഴ്ത്തപ്പെട്ടവനായ ദൈവമാണ്, സത്യദൈവവും മഹാദൈവവുമാണ്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് സമ്പൂർണ്ണ മനുഷ്യനുമായിരുന്നു. നമ്മുടെ കർത്താവ് സമ്പൂർണ്ണ മനുഷ്യനായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് മറ്റൊരു ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ലോകത്തുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലം മുഴുവനും അവരുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്നതായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ആ പ്രത്യേകമായിരിക്കുന്ന വിഷയത്തിൽ 5 കാര്യങ്ങൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നതായിട്ട് വ്യക്തമായിട്ട് പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. 5 വിഷയങ്ങൾ. 1, കർത്താവിൻ്റെ വായിൽ നിന്നുള്ളതായിരിക്കുന്ന തുപ്പൽ. അതിനുശേഷം രണ്ടാമത്തത് കർത്താവിൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകിയതായിരിക്കുന്ന കണ്ണുനീർ. 3, അവിടുത്തെ ശരീരത്തിൽ നിന്നും ഒഴുകിയതായിരിക്കുന്ന വിയർപ്പ്. 4, അവിടുത്തെ ശരീരത്തിൽ നിന്നും ചൊരിയപ്പെട്ടതായിരിക്കുന്ന രക്തം. 5, വെള്ളം. ഈ വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം വീണ്ടും നമുക്ക് ധ്യാനത്തോടുകൂടി പഠിക്കാം എന്ന് കർത്താവിൽ ശരണപ്പെടുകയാണ്. 1, കർത്താവ് ഈ ലോകത്തായിരുന്നപ്പോൾ തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി കുരുടന്റെ കണ്ണിൽ തേച്ച് കർത്താവ് അവനെ സൗഖ്യമാക്കി. നമ്മുടെ കർത്താവ് ഈ ലോകത്തായിരുന്നപ്പോൾ പലപ്പോഴും തുപ്പൽ കൊണ്ടുള്ളതായിരിക്കുന്ന ചികിത്സയും സൗഖ്യവും നടത്തിയതായിട്ട് തിരുവെഴുത്ത് പഠിപ്പിക്കുന്നുണ്ട്. മാർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 23, മാർക്കോസിന്റെ സുവിശേഷം 7-ന്റെ-33 ഈ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് തുപ്പൽ ഉപയോഗിച്ച് ചെയ്തതായിരിക്കുന്ന സൗഖ്യ രീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. യോഹന്നാൻ 9-6 ഈ വിഷയം വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. കർത്താവ് നമ്മെ പോലെ ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചപ്പോൾ അവിടുന്ന് മനുഷ്യൻ ചെയ്യുന്നതായിരിക്കുന്ന ചികിത്സ പ്രകാരം അവിടുന്ന് തുപ്പൽ ഉപയോഗിച്ച് ചികിത്സിച്ച് സൗഖ്യമാക്കിയതായിട്ട് നാം വായിക്കുന്നു. 2, കണ്ണുനീർ. ഈ ലോകത്ത് മനുഷ്യർ ജീവിക്കുമ്പോൾ മനുഷ്യന്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരാറുണ്ട്. ശക്തമായിരിക്കുന്ന ദുഃഖം ഹൃദയത്തിൽ നിറയപ്പെടുമ്പോൾ അത് താങ്ങുവാൻ തക്കവണ്ണം കഴിയാതെ ഏത് മനുഷ്യനും കരഞ്ഞു പോകും. അങ്ങനെ കർത്താവായ യേശു ഈ ലോകത്തായിരുന്നപ്പോൾ കരഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 35-ാം വാക്യം. നമ്മുടെ കർത്താവ് ലോകത്തായിരുന്നപ്പോൾ പലപ്പോഴായി കരഞ്ഞതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. യെരൂശലേമിന്റെ നാശത്തെ ഓർത്ത് കർത്താവ് കരഞ്ഞു. ഗത്സമനയിൽ നമ്മുടെ കർത്താവ് കരഞ്ഞു. ക്രൂശിൽ നമ്മുടെ കർത്താവ് നിലവിളിച്ച് കരഞ്ഞു. എബ്രായ ലേഖനത്തിൽ കർത്താവ് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അഭയയാചന കഴിച്ചു എന്ന് എബ്രായർ 5-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെ, നമ്മുടെ കർത്താവ് ലോകത്തായിരുന്നപ്പോൾ കരഞ്ഞവനാണ്. കർത്താവ് കണ്ണുനീർ വാർത്തവനാണ്. 3, വിയർപ്പ്. മനുഷ്യ ശരീരത്തിൽ ഏത് മനുഷ്യനും ഉള്ളതാണല്ലോ വിയർപ്പ്. നീ വിയർപ്പോടുകൂടി അപ്പം തിന്നും എന്നുള്ളതായിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രമാണം ഇന്നും മനുഷ്യൻ അനുസരിച്ചേ മതിയാകുകയുള്ളൂ. വിയർക്കുന്ന മനുഷ്യന് രോഗം കുറയും, വിയർക്കാത്ത മനുഷ്യന് രോഗം കൂടും. നമ്മുടെ കർത്താവ് യേശു ലോകത്തായിരുന്നപ്പോൾ നന്നേ വിയർത്തവനാണ്. ഗതസമനയിൽ അവിടുന്ന് വിയർത്ത് അവിടുത്തെ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന രക്തത്തുള്ളികൾ പോലെ ആയിരുന്നു എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 22-ന്റെ-44 നാം വായിക്കുന്നു. നമ്മുടെ കർത്താവ് ഈ ലോകത്തായിരുന്നപ്പോൾ വിയർത്തവനാണ്. കർത്താവ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു. കർത്താവിന്റെ ശരീരത്തിൽ രക്തമുണ്ടായിരുന്നു. ആ രക്തം ലോകത്തുള്ള എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞു. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം ലോകത്തുള്ള സമസ്ത മനുഷ്യരുടെയും പാപം മോചിക്കുന്ന കർത്താവായ യേശുവിന്റെ രക്തം. ആ രക്തം ഈ ഭൂമിയിൽ ചൊരിയുവാൻ തക്കവണ്ണം ഇടയായി. കർത്താവിന്റെ രക്തം ഈ ഭൂമിയിൽ ചൊരിഞ്ഞ സമയത്ത് രക്തത്തോടൊപ്പം വെള്ളം വന്നതായിട്ട് തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 34-ാമത്തെ വാക്യം.
കർത്താവായ യേശു ഈ ലോകത്തായിരുന്നപ്പോൾ ചോരയും നീരുമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നുള്ള കാര്യം ഈ ഭാഗങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഈ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു സമ്പൂർണ്ണ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. നമ്മെപ്പോലെ തുപ്പൽ ഉള്ളവനായി, നമ്മെപ്പോലെ കരയുന്നവനായി, കണ്ണുനീരുള്ളവനായി, നമ്മെപ്പോലെ വിയർക്കുന്നവനായി, നമ്മെപ്പോലെ രക്തവും വെള്ളവുമുള്ള അഥവാ ചോരയും നീരുമുള്ള ശരീരമുള്ളവനായിട്ട് അവിടുന്ന് ഈ ലോകത്തിൽ ജീവിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്ന് പകൽക്കാലം ഈ കർത്താവിനെ കുറിച്ച് നാം കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെപ്പോലെ സകലത്തിലും നമുക്ക് തുല്യനായിട്ട് കർത്താവ് ഈ ലോകത്ത് ജീവിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യൻ അനുഭവിച്ചതായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന പ്രയാസങ്ങളും അവിടുന്ന് അനുഭവിച്ചു എന്ന് ഈ വാക്യങ്ങളിൽ നിന്നും നമുക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണം കഴിയുന്നതാണ്. മുൻപ് നാം ചിന്തിച്ചതുപോലെ എബ്രായർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവിനുണ്ടായിരുന്നതായിരിക്കുന്ന ആ ശാരീരികമായിരിക്കുന്ന അവസ്ഥയിലെ കർത്താവ് കടന്നുപോയപ്പോൾ കർത്താവ് ഉറക്കെ നിലവിളിച്ചു, കർത്താവ് കരഞ്ഞു, പിതാവാകുന്ന ദൈവത്തോട് അപേക്ഷ കഴിച്ചു, പിതാവാകുന്ന ദൈവത്തോട് അഭയയാചന കഴിച്ചു. മാത്രമല്ല, പിതാവാകുന്ന ദൈവത്തോട് ഭയഭക്തി ഉള്ളവനായിട്ടാണ് കർത്താവ് ദൈവസന്നിധിയിൽ യാചിച്ചത്. അങ്ങനെ യാചനയ്ക്ക് ഉത്തരം ലഭിച്ചു എന്നും തിരുവെഴുത്ത് വിശദമാക്കുന്നു. നമ്മുടെ കർത്താവിനെ കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കുമ്പോൾ അവിടുത്തെ മുമ്പാകെ താഴുവാനും അവിടുന്ന് എത്രയോ വലിയവനാണ് എന്ന് ഉൾക്കൊള്ളുവാനും കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. വചനമായിരുന്നവൻ ഈ ലോകത്തിൽ ജഡം ധരിച്ച് കടന്നു വന്നു. വചനമായി വരുന്നവൻ ആരും കാണാൻ കഴിയാത്തവനാകുന്ന ദൈവമായി ദൈവരൂപത്തിലായിരുന്നവൻ കന്യകയുടെ മകനായി ലോകത്തിൽ കടന്നു വന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കണ്ണുനീർ വാർക്കുന്നവനായി, വിയർക്കുന്നവനായി, രക്തവും വെള്ളവും ഈ ഭൂമിയിൽ ചൊരിയുന്നവനായി, തുപ്പൽ കൊണ്ട് മനുഷ്യർക്ക് സൗഖ്യം നൽകുന്നവനായി, ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ എല്ലാവിധമായിരിക്കുന്ന ഭാരങ്ങളും ക്ലേശങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വെച്ച് എന്തെല്ലാം അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിയും അതെല്ലാം സമ്പൂർണമായിട്ട് അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രൻ ഈ ലോകത്തിൽ ജീവിച്ചു. ഇന്ന് പകൽക്കാലം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഉൾക്കൊള്ളുവാനും നമുക്ക് വേണ്ടി ദൈവമായിരുന്നവൻ ഇത്രത്തോളം താഴ്ന്നിറങ്ങി വന്ന് നമുക്ക് വേണ്ടി ജീവിച്ചല്ലോ എന്നുള്ളതായിരിക്കുന്ന ആ മനോഭാവം, ആ ചിന്ത, ആ പഠനം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നമ്മുടെ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കുവാനും കൂടുതൽ കർത്താവിനെ ബഹുമാനിക്കുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ കൃപയോടെ മുന്നോട്ട് പോകുവാനും ഈ വചനങ്ങൾ മുഖാന്തരം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.